നമസ്കാരം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗവർണർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിർണായകമായ ഒരു തീരുമാനമെടുത്തത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ആനന്ദ ബോസ് രാഷ്ട്രപതിക്ക് മുമ്പാകെ രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് ആനന്ദ ബോസ് രാജിവെക്കാൻ ഒരു തീരുമാനമെടുത്തത്. നിലവിൽ രണ്ട് കാര്യങ്ങളിലാണ് സംശയമുള്ളത്. ഒന്ന്, ആനന്ദ ബോസ് പശ്ചിമ ബംഗാളിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുമോ എന്നത്. അതല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനം അപ്രതീക്ഷിതമായി രാജിവെച്ച് CV ആനന്ദ ബോസ് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നുവെന്ന സൂചനകൾക്ക് പിന്നാലെ അദ്ദേഹം എവിടെ മത്സരിക്കും എന്ന ചർച്ചകളും സജീവമാകുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ A ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായേക്കും എന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും ശക്തമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ആനന്ദ ബോസിനെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് ചോദിച്ചാൽ, BJP വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. മുമ്പ് കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ മണ്ഡലത്തിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഘടകങ്ങൾ ആനന്ദ ബോസിന് അനുകൂലമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതിൽ ഒന്നാമത്തതാണ് സമുദായ സമവാക്യങ്ങൾ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നായർ സമുദായ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. NSS നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് CV ആനന്ദ ബോസ്. ഇത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. രണ്ടാമത്തത് ഉയർന്ന പ്രതിച്ഛായയും ഭരണ പരിചയവും. വിദ്യാസമ്പന്നരായ നഗരവാസികൾ കൂടുതലുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മുൻ IAS ഉദ്യോഗസ്ഥൻ, മുൻ ഗവർണർ, പ്രഭാഷകൻ എന്നീ നിലകളിലുള്ള അദ്ദേഹത്തിന്റെ അഴിമതിരഹിതവും ബുദ്ധിപരവുമായ പ്രതിച്ഛായ നിഷ്പക്ഷ വോട്ടർമാരെ സ്വാഭാവികമായും ആകർഷിക്കാൻ പോകുന്നതാണ്. തലസ്ഥാനത്തെ BJPയുടെ മുന്നേറ്റമാണ് മൂന്നാമത്തെ ഒരു പ്രധാന ഘടകം. തിരുവനന്തപുരം കോർപ്പറേഷനിലും ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും BJPക്കുള്ള സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. ഭരണപരിചയമുള്ള പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആ ഒരു ആത്മവിശ്വാസം കേന്ദ്ര BJPക്കും കേരള BJPക്കും ഉണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രം CV ആനന്ദ ബോസിന്റെ രാജിക്ക് പിന്നിൽ കൃത്യമായ ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ E ശ്രീധരനെ പോലുള്ള പ്രഗത്ഭരെ മുമ്പ് കളത്തിലിറക്കിയ അതേ തന്ത്രം തന്നെയാണ് BJP ഇവിടെയും പയറ്റുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വകാര്യനായ ഒരു പൊതുസമ്മതനെ രംഗത്തിറക്കി വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ പ്രധാന മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുക എന്നതാണ് BJPയുടെ മുഖ്യ ലക്ഷ്യം. കൂടാതെ ആനന്ദ ബോസിനെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ക്രൂരതകൾക്കിടയിൽ പൊറുതിമുട്ടിയപ്പോഴും ആനന്ദ ബോസ് എന്ന പശ്ചിമ ബംഗാളിൽ ഗവർണറായിരുന്ന വ്യക്തി ലോക് ഭവന്റെ വാതിലുകളെല്ലാം തന്നെ തുറന്നിട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പശ്ചിമ ബംഗാളിലെ സ്ത്രീകളോടും അവിടുത്തെ ജനങ്ങളോടും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ലോക് ഭവനിൽ കയറി വന്ന് എൻ്റെ സഹായങ്ങൾ ചോദിക്കാം. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ലോക് ഭവൻ. നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടം ഈ ലോക് ഭവനിൽ ഞാൻ ഉറപ്പു തരുന്നുവെന്ന് പശ്ചിമ ബംഗാളിൽ ജനങ്ങളുടെ മുന്നിൽ ആനന്ദ ബോസ് പറഞ്ഞതാണ്. അപ്പോൾ അത്രയേറെ സ്വീകാര്യനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഒരർത്ഥത്തിൽ ഓടി ഒരു സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ രക്ഷയ്ക്ക് ഒരു സംരക്ഷണത്തിന് അവിടുത്തെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തുന്നത് ആനന്ദ ബോസിന്റെ അരികിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗോൾഡൻ ചാൻസ് ആണ്. എന്നാൽ UDFനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ കൊടികളെ രണ്ടും കീറി മുറിക്കാനുള്ള ഒരു വജ്രായുധവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര BJP ഘടകം തന്നെ ആനന്ദ ബോസിനെ കളത്തിലേക്ക് ഇറക്കുന്നത്.